അതില്ലേ ഓ എന്തോ ചെയ്യാ? സവാള അരിയുന്നു. അത് മനസ്സിലായി. ചിക്കൻ കറി ഇന്നെന്താ സ്പെഷ്യല്? ചിക്കൻ കറി ചിക്കൻ സ്പെഷ്യൽ കറി. ചിക്കൻ കറി ഞാൻ മാത്രം കുക്ക് ചെയ്തോണ്ടിരുന്നാ മതിയോ? നിന്റെ കുക്കിംഗ് വേണ്ടേ? വേണോ? പിന്നെ എന്നാ ചെയ്യാം. അപ്പൊ എന്താ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്? എന്തുവാ? ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറി. ആ എന്താ സ്പെഷ്യൽ ആവാൻ കാരണം? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി. ഓക്കെ, അപ്പൊ അത് വീഡിയോയിലോട്ട് പോവാം. പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ചിക്കൻ കറിക്ക് ഒരു ഗ്രേവി തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് വറ്റൽ മുളകും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കുക. നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണം. നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ആ പരുവത്തിന് വേണ്ടി മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ജാറിലേക്ക് തട്ടി എടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണം നമുക്ക്. ഈ കൂട്ട് നന്നായിട്ട് ക്രഷായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊടിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ കൂട്ട് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കൊത്തി എരിഞ്ഞ് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 സവാള മതി. രണ്ട് സവാളയുള്ളോ? 2 സവാള. കണ്ടിട്ട് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. അത് കുറച്ച് വലിയ സവാള. വലിയ സവാളയായിരുന്നു. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് ഇളകി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ ചിക്കന് വേണ്ട ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തു. അതിനനുസരിച്ച് വേണം വീണ്ടും ഇടാൻ. നമ്മുടെ ചിക്കൻ ഇതിനകത്ത് കിടന്ന് ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഈ കൂട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. കാരണം നമ്മൾ തക്കാളി അരച്ചത് കൊണ്ട് അല്ലെങ്കിൽ കറിക്കൊരു പച്ച ചെവ വരും. അതുകൊണ്ട് നന്നായിട്ട് തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പരുവത്തിന് വേണം നമ്മൾ എടുക്കാൻ. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവാനുള്ള വെള്ളം മതിയാവും. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കാം.
കുറച്ച് കസൂരി മേത്തി മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇത്രയായപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡിയായി.